ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ജോൺ, ആ ഫയൽ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു ഫയൽ ഉണ്ടായിരുന്നോ? മാഡം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. മാത്രമല്ല, അത്രയും പ്രാധാന്യമുള്ള ഫയലൊക്കെ അടച്ചുറപ്പുള്ള സ്ഥലത്തല്ലേ വെക്കണ്ടേ? അടച്ചുറപ്പുള്ള സ്ഥലത്ത് നിന്ന് എടുക്കാൻ അധികാരമുള്ളവർ എടുത്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാഡം എന്നെയാണോ സംശയിക്കുന്നത്? ഇല്ല മാഡം, ഞാൻ അങ്ങനെ ചെയ്യോ? ഓ, അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടായിരിക്കും മാഡം മാണിക്കോത്ത് മഹേന്ദ്രനുമായി സൗഹൃദം ഉണ്ടെന്നൊക്കെ ചോദിച്ചതല്ലേ? കഷ്ടം. എന്നെ പോലെ ജോലിയുടെ ആത്മാർത്ഥതയും കൂറുള്ള ഒരാളെ മാഡം സംശയിച്ചുവല്ലോ. സങ്കടമുണ്ട് മാഡം, വലിയ സങ്കടമുണ്ട്. ആ ഫയൽ എടുത്ത് ജോൺ മഹേന്ദ്രന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും സങ്കടം ഉണ്ടാവും. അതൊരു വലിയ സങ്കടത്തിലേക്ക് പോവാതിരിക്കാനാ ഞാൻ പിന്നെയും ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന്. മാഡം, മാഡത്തിനെ എന്ത് പറഞ്ഞാൽ എന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. സൗഹൃദത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്ന ആളായി പോയി ഞാൻ. എന്ന് വെച്ച് എന്റെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ യാതൊന്നും ഞാൻ ചെയ്യില്ല മാഡം. എന്റെ കൈകള് തീർത്തും പരിശുദ്ധമാണ് മാഡം. ശരി, സമ്മതിച്ചു. പിന്നെ ജോൺ അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അനു, ആ ഫയലിംഗ് തരൂ. ഫയല് നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാതിരിക്കില്ല. കാരണം അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ എന്റെ കൈവശമുണ്ടായിരുന്നു. അതാണ് ഇത്. നമ്മൾ രണ്ടുപേരും ഒരേ പാഠങ്ങളാണ് പഠിച്ചതെങ്കിലും വർക്ക് ചെയ്യുന്ന ബ്രെയിൻ രണ്ടല്ലേ ജോണേ? അതിന്റെ വ്യത്യാസം കാണാതിരിക്കില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവെന്ന് മഹേന്ദ്രനോടൊന്ന് പറഞ്ഞേക്ക്. സൗഹൃദത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്ന ആളല്ലേ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിലും ജോൺ അത് പറയൂന്ന് എനിക്കറിയാം. അല്ല മാഡം, അതിപ്പോ ജോണിന് പോവാം. മാഡം, ഇങ്ങനൊരു പിടിവള്ളി ഉള്ളതൊന്നും ആ മഹേന്ദ്രനൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. അവരവിടെ സ്വന്തം ഭൂമിയാണെന്ന് ഓർപ്പിക്കാൻ വേണ്ടി ആ സ്ഥലമൊക്കെ കെട്ടിമറിച്ച് പണി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മച്ചമ്പി, എല്ലാം ഓക്കെയാണ്. ഇനി ഒരു ഈച്ച പോലും ഇതിനകത്തേക്ക് കടക്കരുത്. എല്ലാ സമയത്തും നിങ്ങളുടെ ഒരു കണ്ണ് വേണം. അത് ഞങ്ങൾ ഏറ്റു. നമുക്ക് നോക്കാം. ഇതിപ്പോ മഹേന്ദ്രന്റെ കഥകളിൽ എത്തും. അത്രയ്ക്ക് കൂറ ജോണിന് മഹേന്ദ്രനോടുള്ളത്. എത്തണം, എങ്കിലേ കളി കാര്യമാവും.